As the continuation of the first video, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ്. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ്. സോ അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ദ ക്രിട്ടിക്കൽ പാത്ത് ഫോർ എനി നെറ്റ്വർക്ക് ഈസ് ദ ലോങ്ങസ്റ്റ് പാത്ത് ത്രൂ ദ എൻറ്റയർ നെറ്റ്വർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എന്താണ് ക്രിട്ടിക്കൽ പാത്ത്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾക്കറിയാം, ഒരു നെറ്റ്വർക്കിൽ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്, പല പല ഓർഡർ ഉണ്ട്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ഏതെല്ലാം പാത്ത് ഉണ്ട്? ഫസ്റ്റ് 1, 2, 5, 8, 9 ഇതൊരു പാത്താണ്. 1, 3, 6, 8, 9 ഇതൊരു പാത്താണ്. 1, 3, 7, 9 അതുപോലെ തന്നെ 1, 4, 7, 9. സോ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം എടുക്കുമ്പോൾ ഫ്രം ദ ഇനിഷ്യൽ ഇവൻറ്റ് ടു ഫൈനൽ ഇവൻറ്റ് ഡിഫറെൻറ്റ് പാത്ത്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോ ആക്ടിവിറ്റീനെയും ലിങ്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് പാത്ത് ഉണ്ട്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത്, മീൻസ് ഏറ്റവും ലോങ്ങസ്റ്റ്, ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. വേറെ നോക്കുകയാണെങ്കിൽ, സിൻസ് ഓൾ ആക്ടിവിറ്റീസ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ പ്രോജക്റ്റ്, ദ ലെങ്ത് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഓൾസോ ദ ഷോർട്ടസ്റ്റ് ടൈം അലവബിൾ ഫോർ കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ആയിരിക്കണം. സോ ഈ ക്രിട്ടിക്കൽ പാത്ത് എടുക്കുമ്പോഴത്തേക്കും, സിൻസ് അത് ക്രിട്ടിക്കൽ പാത്ത് ആയതുകൊണ്ടിട്ട് അതായിരിക്കണം ഏറ്റവും പെട്ടെന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കേണ്ടത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം ആസ് സൂൺ ആസ് പോസിബിൾ, ഏറ്റവും ചെറിയ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിലായിരിക്കണം ക്രിട്ടിക്കൽ പാത്ത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, thus if the project is to be completed in that shortest time, all activities on the critical path must be started as soon as possible. So as the name itself പറയുന്ന പോലെ, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞ പോലെ അതിലത്തെ എല്ലാ ആക്ടിവിറ്റീസും ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആണ്. സോ ഏറ്റവും കൂടുതൽ ഡിലേ ഇല്ലാതെ, ഏറ്റവും ഒട്ടും ഡിലേ ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് തീർക്കേണ്ട ആക്ടിവിറ്റീസ് ആയിരിക്കും ക്രിട്ടിക്കൽ പാത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് പെട്ടെന്ന് തീർക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ എവിടെയാണ് കൊടുക്കേണ്ടത്? ക്രിട്ടിക്കൽ പാത്തിലായിരിക്കണം. കാരണം ആ പ്രോജക്റ്റിൻ്റെ തന്നെ ഒരു ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് വരച്ചിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ എല്ലാ നെറ്റ്വർക്കിൻ്റെയും ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കും. സോ അതായിരിക്കണം ഏറ്റവും മോസ്റ്റ് ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് തീർക്കേണ്ടത്. ഓക്കെ, സോ ദീസ് ആക്ടിവിറ്റീസ് ഇൻ ദ ക്രിട്ടിക്കൽ പാത്ത് ആർ കോൾഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. If the project has to be completed ahead of the schedule, then the time required for at least one of the critical activity must be reduced. So ഒരു പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് ശരിക്കും ക്രിട്ടിക്കൽ പാത്ത് ചെയ്ത് തീർക്കാനുള്ള സമയമായിരിക്കും. കാരണം അതായിരിക്കും ഏറ്റവും കൂടുതലുള്ള ലോങ്ങസ്റ്റ് പാത്ത്, അല്ലേ? ഏറ്റവും ടൈം എടുത്ത് ടൈം ഡ്യൂറേഷൻ എടുക്കുന്നത് ആ പാത്ത് ചെയ്യാനായിരിക്കും. ഇപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മളോട് പറയുന്നതാണ് ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു മാർഗ്ഗമില്ല, എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കുറച്ചാൽ മാത്രമേ നമ്മൾക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും ലോങ്ങസ്റ്റ് പാത്താണ് നമ്മളുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. സോ അതിലത്തെ ആ പാത്തിൽ വരുന്ന ഏതെങ്കിലും ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ മസ്റ്റ് ബി റെഡ്യൂസ്ഡ്. എന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രൊജക്റ്റ് അതിൻ്റെ ഷെഡ്യൂൾഡ് ടൈമിന് മുന്നേ തീർക്കാൻ പറ്റുള്ളൂ. ഇനി ഫർദർ എനി ഡിലേ ഇൻ കംപ്ലീറ്റിംഗ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് വിൽ ഇൻക്രീസ് ദ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് നേരത്തെ കഴിയുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇൻ കേസ് ഈ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ഏതെങ്കിലും ആക്ടിവിറ്റീസിന് ഇപ്പം അത് എടുക്കേണ്ടതിനേക്കാളും കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രൊജക്റ്റും ഡിലേ ആവും, ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷനും കൂടും. നെക്സ്റ്റ്, ദ ആക്ടിവിറ്റി വിച്ച് ഡസൻറ്റ് ലൈ ഓൺ ദ ക്രിട്ടിക്കൽ പാത്ത് ഇസ് കോൾഡ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, സോ ദീസ് നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് മേ ഹാവ് സം സ്ലാക്ക് ടൈം. സോ സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ആക്ടിവിറ്റീസ് നോൺ ക്രിട്ടിക്കലാണ്. സോ എന്തെങ്കിലും ഒരു സാവകാശം അതിൻ്റെ സമയത്ത് നമ്മൾക്ക് ഒരു ഇത്തിരി പ്ലസ് ഓർ മൈനസ് ആവാൻ പറ്റുന്നതാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ. ഓക്കെ, ദ സ്ലാക്ക് ഈസ് എ എമൗണ്ട് ഓഫ് ടൈം ബൈ വിച്ച് ദ സ്റ്റാർട്ട് ഓഫ് എൻ ആക്ടിവിറ്റി മേ ബി ഡിലേഡ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ഓവറോൾ കംപ്ലീഷൻ ടൈം ഓഫ് ദ പ്രോജക്റ്റ്. ദാറ്റ് മീൻസ് നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ഇത്തിരി പ്ലസ് ഓർ മൈനസ് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ മാറിയാലും നമ്മുടെ ഓവറോൾ പ്രൊജക്റ്റ് കംപ്ലീഷനെ അത് ബാധിക്കുന്നില്ല. സോ അതിനെയാണ് സ്ലാക്ക് എന്ന് പറയുന്നത്. സ്ലാക്ക് ഈസ് എ എമൗണ്ട് ഓഫ് ടൈം ബൈ വിച്ച് ദ സ്റ്റാർട്ട് ഓഫ് എൻ ആക്ടിവിറ്റി മേ ബി ഡിലേഡ്. ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ഏതെങ്കിലും കാരണവശാൽ ഡിലേ ചെയ്യാൻ പറ്റുന്ന, എത്രത്തോളം ഡിലേ ചെയ്യാൻ പറ്റും ആ ടൈമിനെയാണ് നമ്മൾ സ്ലാക്ക് എന്ന് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഹാസ് നോ സ്ലാക്ക് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിക്ക് പ്ലസ് ഓർ മൈനസ് ചെയ്യാൻ പറ്റില്ല. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി നമ്മൾ വിചാരിച്ച സമയത്ത് ചെയ്താൽ മാത്രമേ പ്രൊജക്റ്റ് വിചാരിച്ച സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് മേ ഹാവ് സം സ്ലാക്ക് ടൈം.
To reduce the overall project time, it would require more resources to reduce the time taken by the critical activities to complete. So ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആക്ടിവിറ്റിക്ക് സ്ലാക്ക് ടൈം ഇല്ല എന്ന്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ഡിലേ ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടേ കുറയ്ക്കുകയോ ചെയ്യുന്നത്? ഇൻ കേസ് ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് പെട്ടെന്ന് തീർക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ പാത്തിലത്തെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കുറക്കാതെ പറ്റത്തില്ല എന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഹാസ് നോ സ്ലാക്ക്. അപ്പോൾ എങ്ങനെയാണ് പറ്റുന്നത്? കൂടുതൽ പൈസ എടുത്തിട്ട് അപ്പോൾ നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. എന്നിട്ട് എക്സ്ട്രാ റിസോഴ്സസ് കൊടുത്തിട്ട് ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ കുറക്കണം. അറ്റ് എ ഫിക്സ്ഡ് കോസ്റ്റിൽ നമ്മൾക്ക് ഒരിക്കലും ക്രിട്ടിക്കൽ ആക്ടിവിറ്റിക്ക് ഒരു വേരിയേഷനും വരുത്താൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ഗോട്ട് നോ സ്ലാക്ക്. ഓക്കെ, സോ ഇൻ കേസ് ഇഫ് വി ഹാവ് ടു കംപ്ലീറ്റ് ദ വർക്ക് ബിഫോർ ദറ്റ് ഷെഡ്യൂൾഡ് ടൈം വി ഹാവ് ടു പ്രൊവൈഡ് എക്സ്ട്രാ കോസ്റ്റ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വി വിൽ ഡീൽ വിത്ത് സർട്ടൺ ഡെഫിനിഷൻസ്. കുറച്ച് ടേംസ് പഠിക്കാം. ഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് ഏർലിയസ്റ്റ് ടൈം ഡിനോട്ടഡ് ബൈ TE ആൻഡ് ലേറ്റസ്റ്റ് ടൈം. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ബിഫോർ ദ ക്രിട്ടിക്കൽ പാത്ത് ഇൻ എ നെറ്റ്വർക്ക് ഈസ് ഡിറ്റർമൈൻഡ് ഇറ്റ് ഈസ് നെസസറി ടു ഫൈൻഡ് ഔട്ട് ദ ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ടൈം ഓഫ് ഈച്ച് ഇവൻറ്റ് to know the earliest expected time at which the activities originating from the event can be started and to know the latest allowable time at which the activities terminating the event can be completed. So whenever നമ്മൾക്കൊരു നെറ്റ്വർക്കിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. ഇനി ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രൊസീജിയറിൽ വരുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് ടേംസ് ടൈം ഡ്യൂറേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ വരുന്നതാണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം. ഓക്കെ, അതെന്താണെന്ന് നമ്മൾക്ക് പഠിക്കാം. ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേർഡിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഒരു ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ ഒരു ടൈമിനെയാണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റ് ആയിട്ട് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എവിടെ വരെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും, അതാണ് ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം. അത് കൂടുതലായിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും മനസ്സിലാവും. സോ ഫോർവേഡ് പാസ് കമ്പ്യൂട്ടേഷൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഏർലിയസ്റ്റ് ടൈം കണ്ടുപിടിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുള്ള റൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളുടെ ഒരു ഇനീഷ്യൽ ഇവൻ്റ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് മൂവ് ചെയ്യുന്നത്. ഇനീഷ്യൽ ഇവൻറ്റിൻ്റെ സ്റ്റാർട്ട് ഇവൻറ്റിൻ്റെ എപ്പോഴും TE ഏർലിയസ്റ്റ് ടൈം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ഫോർ സ്റ്റാർട്ട് ഇവൻറ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനി ഗോ ടു ദ നെക്സ്റ്റ് ഇവൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ഇവൻറ്റ് ഏതാ 2. സോ ഇഫ് ദർ ഈസ് എൻ ഇൻകമിങ് ആക്ടിവിറ്റി ഫോർ ഇവൻറ്റ് 2 ആഡ് കാൽക്കുലേറ്റ് TE ഓഫ് പ്രീവിയസ് ഇവൻറ്റ് ആൻഡ് ആക്ടിവിറ്റി ടൈം. സോ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? സോ ഫസ്റ്റ് ഇവൻറ്റ് 1 ആണ്, സെക്കൻഡ് ഇവൻറ്റ് 2 ആണ്. ഫസ്റ്റ് ഇവൻറ്റിൻ്റെ സ്റ്റാർട്ട് ഇവൻറ്റിൻ്റെ TE ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഇനി ഈ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 4 ആണ് എന്ന് വെച്ചാൽ 4 ദിവസം എടുക്കും ഈ ആക്ടിവിറ്റി ചെയ്യാൻ. സോ ഇനി നമ്മൾ സെക്കൻഡ് ഇവൻറ്റ് 2ൻ്റെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എത്രയായിരിക്കും? 0 + 4 = 4. ഓക്കെ, ഇനി 1ഉം 2ൻ്റെയും TE എഴുതി. ഇനി 3യുടെ TE എഴുതാം. 3യുടെ TE നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എവിടെ നിന്നാണ് ആ ഇവൻറ്റ് വരുന്നത്, അല്ല ആക്ടിവിറ്റി വരുന്നത് 1ൽ നിന്ന്. 1ൻ്റെ TE 0 ആണ്. 0 + ഈ ആക്ടിവിറ്റി എത്രയാണ്? 1. 0 + 1 1. സോ 3യുടെ എത്രയാണ്? TE 1. ഓക്കെ, ഇപ്പം നമ്മൾ സെക്കൻഡ് ഇവൻറ്റിൻ്റെയും ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിച്ചു, തേർഡ് ഇവൻറ്റിൻ്റെയും ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്ക് ഇൻ കേസ് 4ൻ്റെ കണ്ടുപിടിക്കണം. 4ൻ്റെ കണ്ടുപിടിക്കുന്നത് ആസ് പെർ ദ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഇതിന് മുന്നത്തെ പ്രീവിയസ് ഇവൻറ്റിൻ്റെ TE ഇപ്പോൾ ഇവിടുത്തെ 4 ആണ് അല്ലേ? 4 + അതിൻ്റെ ആക്ടിവിറ്റി 5. ശരിക്കും പറഞ്ഞാൽ 4ൻ്റെ ഈ വഴി നോക്കണമെങ്കിൽ TE 5 ആണ്. ഇനി ഇവിടെ നിന്നും ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. സോ തേർഡ് ഈവൻറ്റിൻ്റെ TE എത്രയാ? 1 അല്ലേ? 1 + 1 എത്രയാ? 2 ആണ്. ഓക്കെ, സോ ഇതിലേതാണ് വരുന്ന അതിൻ്റെ മാക്സിമം ആയിരിക്കും 4ൻ്റെ ഈ TE എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒന്നല്ലെങ്കിൽ 4 + 1 5, മാക്സിമം ഓഫ് 4 + 1 or 1 + 1. മാക്സിമം എത്രയാണ്? 5. സോ ദാറ്റ് മീൻസ് 4ൻ്റെ
ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം 5 ആയിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഈവൻറ്റിലോട്ട് ഒരു ആക്ടിവിറ്റി മാത്രമേ വരുന്നുള്ളെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ആ തൊട്ട് മുമ്പത്തെ ഈവൻറ്റിൻ്റെ TE പ്ലസ് ഡ്യൂറേഷൻ മാത്രം നോക്കിയാൽ മതി. ഇൻ കേസ് ഒരു ഇവൻറ്റിലോട്ട് 2-3 ആരോസ് വരുന്നുണ്ടെങ്കിൽ ഓരോന്നത്തിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാക്സിമം എത്രയാണോ വരുന്നത് അതായിരിക്കും ആ ഇവൻറ്റിൻ്റെ TE. മനസ്സിലായോ? ഇൻ കേസ് ഒരു ഇവൻറ്റിലേക്ക് ഒരു ആക്ടിവിറ്റിയെ വരുന്നുള്ളെങ്കിൽ, ഇപ്പോൾ ഇത് നോക്കാം. 9th ഇവൻറ്റിൻ്റെ TE എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 4ൻ്റെ 5 ആണ് അല്ലേ? 5 + 5 10. സോ ഇവിടെ ഒരു ആക്ടിവിറ്റിയെ 9ലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ഇല്ല. പക്ഷേ 8ലോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ 7ൽ നിന്നും വരുന്നുണ്ട്, 6ൽ നിന്നും വരുന്നുണ്ട്. 7ൻ്റെ TE 15 ആണ്. സോ 15 + 2 ഒന്നല്ലെങ്കിൽ 17, അല്ലെങ്കിൽ മാക്സിമം ഓഫ് 17, അല്ലെങ്കിൽ നോക്കാം 6ൽ നിന്നും വരുന്നുണ്ട്. 6ൻ്റെ TE 11 ആണ്. 11 + 1 എത്രയാ? 12 ആണ്. സോ 17 അല്ലെങ്കിൽ 12ൻ്റെ മാക്സിമം ഏതാണ്? 17 ആണ്. സോ 8 എന്നുള്ള ഇവൻറ്റിൻ്റെ TE 17 ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ 10ൻ്റെ നോക്കാം. ഒന്നല്ലെങ്കിൽ 9ൻ്റെ TE 10 + 7 17 ആവാം, അല്ലെങ്കിൽ 8ൻ്റെ 17 അല്ലേ? 17 + 5 22 ആവും. രണ്ടിൻ്റെ മാക്സിമം ഏതാ? 22. ഓക്കെ, സോ TE എന്ന് പറയുന്നത് 22 ആണ് ലാസ്റ്റ് ഇവൻറ്റിൻ്റെ. ഇതാണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേഷൻ. So this is the condition. If there are more than one incoming activities, calculate TE for all incoming activities and take the maximum value. This value is the TE for the event 2. So മനസ്സിലായല്ലോ. ഇനി repeat the same procedure from step 3 till the nth event. അങ്ങനെയാണ് നമ്മൾ TE കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഫോർവേഡ് പാസ് കാൽക്കുലേഷൻ ആണ് TE. ദാറ്റ് മീൻസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം TE കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി okay, next we will see how to calculate latest time TL, that is backward pass computation. Procedure എന്ന് പറയുന്നത് first begin from end event and move towards the start event. Assume that the direction of arrows is reversed. Means നമ്മളിപ്പം TE കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ഇവൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ഇവൻറ്റിൽ നിന്ന് എൻഡ് ഇവൻറ്റിലോട്ടാണ് മൂവ് ചെയ്തതെങ്കിൽ TL കണ്ടുപിടിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. നമ്മൾ ഫസ്റ്റ് എൻഡ് ഇവൻറ്റിൻ്റെയാണ് TL കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് പതിയെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് TL കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 2, latest time TL for the last event is the earliest time TE of the last event. That means നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഇവൻറ്റിൽ നിന്ന് ഫസ്റ്റ് ഇവൻറ്റിലോട്ടാണ് വരുന്നത്. സോ ഫസ്റ്റ് ലാസ്റ്റ് ഇവൻറ്റിൻ്റെ TL കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് ലാസ്റ്റ് ഇവൻറ്റിൻ്റെ TE എത്രയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് അതായിരിക്കും ലാസ്റ്റ് ഇവൻറ്റിൻ്റെ TL. ഓക്കെ, ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇവൻറ്റ് 10 ആണ്. 10ൻ്റെ TE 22 ആണ്. സോ ലാസ്റ്റ് ഇവൻറ്റിൻ്റെ TL എന്തായിരിക്കും? 22 തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് TE ഓഫ് ദ ലാസ്റ്റ് ഇവൻ്റ് ആണ് TL ഓഫ് ദ ലാസ്റ്റ് ഇവൻ്റ് ആയി മാറുന്നത്. ആൻഡ് സ്റ്റെപ്പ് 3, ഗോ ടു ദ നെക്സ്റ്റ് ഇവൻറ്റ്. ഇനി ലാസ്റ്റ് 10th ഇവൻ്റ് ആണെങ്കിൽ ഇനി അടുത്ത 9th ഇവൻറ്റിൻ്റെ TL കണ്ടുപിടിക്കാം. And if there is an incoming event, subtract the value of TL of previous event from the activity duration. That means ഇപ്പം നമ്മൾ ഇവൻറ്റ് 9 എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഇൻകമ്മിങ് ആക്ടിവിറ്റി മാത്രം ഉള്ളെങ്കിൽ പ്രീവിയസ് ആക്ടിവിറ്റിയുടെ TLൽ നിന്ന് അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് നെക്സ്റ്റ് ദാറ്റ് മീൻസ് ഇവൻറ്റ് 9ൻ്റെ TL കിട്ടും. അത് ഞാൻ the arrived value is the TL for that event. അത് ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ നമ്മൾ 10 എന്ന ഇവൻറ്റിൻ്റെ TEയും TLയും കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ഇവൻ്റ് ഏതാണ്? 9ന് ആകെ ഒരു ഇൻകമ്മിങ് ഇവൻറ്റേ ഉള്ളൂ അല്ലേ? 10ൽ നിന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ 9ൻ്റെ TL എന്ന് പറയുന്നത് പ്രീവിയസ് ഈവൻറ്റിൻ്റെ TL മൈനസ് ഈ ഡ്യൂറേഷനാണ്. ദാറ്റ് മീൻസ് പ്രീവിയസ് ഈവൻ്റ് ഏതാണ്? 10ൻ്റെ TL 22 ആണ്. 22 മൈനസ് ദ ഡ്യൂറേഷൻ 7 gives the TL for the 9th event. So 22 minus 7 15 ആണ് 9ൻ്റെ TL. ഓക്കെ, TE നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ് 10. സോ ഇപ്പോൾ 9 എന്ന ഇവൻറ്റിൻ്റെ TEയും കിട്ടി TLയും കിട്ടി. ഇഫ് ദർ ഈസ് ഓൺലി വൺ ഇൻകമ്മിങ് ഇവൻറ്റ്. ഇനി നോക്ക് അടുത്ത 4ൻ്റെ ആണെങ്കിൽ നോക്ക്. 4ലോട്ട് ഇപ്പം നമ്മൾ എല്ലാ ആരോയും റിവേഴ്സ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞു TL കണ്ടുപിടിക്കാൻ. സോ 9ൽ നിന്ന് 4ലോട്ട് ഒരു ഇൻകമ്മിങ് ഇവൻറ്റേ ഉള്ളൂ അല്ലേ 4ന്.
സോ ദാറ്റ് മീൻസ് 4 × TL എത്രയായിരിക്കും? 9 × TL മൈനസ് ഡ്യൂറേഷൻ. 9 × TL 15 ആണ്. 15 മൈനസ് 5 10. ഓക്കെ, ഒരു ഇൻകമ്മിങ് ഇവൻ്റ് ഉള്ളെങ്കിൽ TL മൈനസ് ഡ്യൂറേഷൻ ആണ്. ഇൻ കേസ് 2 ഇൻകമ്മിങ് ഇവൻ്റ് ഉണ്ടെങ്കിൽ, സി ഇപ്പം ഇതെല്ലാം നമുക്ക് നേരെ ഇപ്പം 7 ഒരു ഇൻകമ്മിങ് ഇവൻ്റേ ഉള്ളൂ, 6 ഒരു ഇൻകമ്മിങ് ഇവൻ്റേ ഉള്ളൂ. ഓക്കെ, ഇപ്പം 8 ആണെങ്കിൽ ഒരു ഇൻകമ്മിങ് ഇവൻ്റേ ഉള്ളൂ. 8 എങ്ങനെ കണ്ടുപിടിക്കും? പ്രീവിയസ് ഇവൻറ്റ് 10 ആണ് അല്ലേ? 10 22 മൈനസ് 5. 22 മൈനസ് 5 എത്രയാണ്? 17. 8 എന്ന ഇവൻറ്റിൻ്റെ TL 17 ആണ്. ഓക്കെ, ഇനി 7 എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഇൻകമ്മിങ് ഇവൻ്റേ ഉള്ളൂ, അതുകൊണ്ട് 17. 8 × 17 മൈനസ് ഡ്യൂറേഷൻ 2. സോ ദാറ്റ് മീൻസ് 15 കിട്ടി. 6 എങ്ങനെയാണ്? 17 മൈനസ് 1 ഡ്യൂറേഷൻ 16 കിട്ടി. ഇനി ഈ 5 എന്നുള്ള ഇവൻ്റ് നോക്കൂ. ഇതിന് 2 ഇൻകമ്മിങ് ഇവൻ്റ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കണ്ടീഷൻ ഇത്തിരി മാറും. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഒരു ഇൻകമ്മിങ് ഇവൻ്റേ ഉള്ളെങ്കിൽ TL മൈനസ് ഡ്യൂറേഷൻ ആണ്. ബട്ട് ഇൻ കേസ് ഇഫ് 2 ഇൻകമ്മിങ് ഇവൻറ്റ്സ് ആർ കമ്മിങ്, സോ ഇഫ് ദർ ആർ മോർ ദാൻ 1 ഇൻകമ്മിങ് ഇവൻറ്റ്സ് ടേക്ക് ദ മിനിമം T വാല്യൂ. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. നെക്സ്റ്റ് റിപ്പീറ്റ് ദ സെയിം പ്രൊസീജിയർ ഫ്രം സ്റ്റെപ്പ് 2 ടിൽ ദ സ്റ്റാർട്ട് ഇവൻറ്റ്. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് ഫ്ലോക്ക് ആൻഡ് സ്ലാക്ക് ടൈംസ് കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് TEയും TLും ആണ്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ ഓഫ് ഫ്ലോട്ട് ആൻഡ് സ്ലാക്ക് ടൈംസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്ലാക്കിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. ഇനി ആസ് ഡിസ്കസ്ഡ് ഏർലിയർ, ദ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഹാവ് സം സ്ലാക്ക് ഓർ ഫ്ലോട്ട്. ഫ്ലോട്ടും അതുപോലത്തെ ഒരു ടേം ആണ്. So what is float? The float of an activity is the amount of time available by which it is possible to delay its completion time without extending the overall project completion time. That means ഒരു ആക്ടിവിറ്റിയുടെ കംപ്ലീഷൻ ടൈം എത്രമാത്രം ഡിലേ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എക്സ്റ്റെൻഡിങ് ദ ഓവറോൾ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം. ഓവറോൾ പ്രൊജക്ട് കംപ്ലീഷൻ ടൈമിൽ ഒരു ചേഞ്ചും വരുത്താതെ, ബട്ട് ഒരു ആക്ടിവിറ്റിയുടെ ജസ്റ്റ് ആ ആക്ടിവിറ്റിക്ക് മാത്രം അതിൻ്റെ കംപ്ലീഷൻ ടൈമിനേക്കാളും പിന്നെയും എത്ര ദിവസം കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഡിലേ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം അവൈലബിൾ ബൈ വിച്ച് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിലേ ഇറ്റ്സ് കംപ്ലീഷൻ ടൈം. ആ ആക്ടിവിറ്റിയുടെ കംപ്ലീഷൻ ടൈമിനെ ഡിലേ ചെയ്യിക്കാൻ, എത്രത്തോളം ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ബട്ട് കണ്ടീഷൻ എന്താണ്? വിത്തൗട്ട് എക്സ്റ്റെൻഡിങ് ദ ഓവറോൾ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം. ഓവറോൾ പ്രൊജക്ട് കംപ്ലീഷൻ ടൈമിന് ഒട്ടും ചേഞ്ച് വരുത്താൻ പാടില്ല. സോ അതാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലോട്ട് ഉണ്ട്. ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. ഓക്കെ, സോ അതെന്താണ് നമ്മൾ കാണാം. അതിനു മുന്നേ നമ്മൾ പഠിച്ച കുറച്ച് ടേംസ് നോക്കാം. TIJ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിക്ക് എത്ര ഡ്യൂറേഷൻ വേണ്ടി വരും എന്നുള്ളതാണ്. ആൻഡ് TE ഓഫ് കോഴ്സ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. TL ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ES ആണ്, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് എൻ ആക്ടിവിറ്റി. ആൻഡ് EF ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ESഉം EFഉം ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് എൻ ആക്ടിവിറ്റിയും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് എൻ ആക്ടിവിറ്റിയും. എത്ര നേരത്തെ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതുപോലെ എത്ര നേരത്തെ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ LS ആൻഡ് LF, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് എൻ ആക്ടിവിറ്റി ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. എത്ര ലേറ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതുപോലെ എത്ര ലേറ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യിക്കാൻ പറ്റും. ഏർലിയസ്റ്റും ഉണ്ട്, ലേറ്റസ്റ്റും ഉണ്ട്. ഓക്കെ, ES ഏർലിയസ്റ്റ് സ്റ്റാർട്ട്, ഏർലിയസ്റ്റ് ഫിനിഷ്, ലേറ്റസ്റ്റ് സ്റ്റാർട്ട്, ലേറ്റസ്റ്റ് ഫിനിഷ്. ഇനി ടോട്ടൽ ഫ്ലോട്ട്. ദ ടോട്ടൽ ഫ്ലോട്ട് ഓഫ് എൻ ആക്ടിവിറ്റി ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആൻഡ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ദാറ്റ് ആക്ടിവിറ്റി. ദാറ്റ് മീൻസ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം LSIJയും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം തമ്മിലൊരു ഡിഫറൻസ് ആണ് ESIJയും. ടോട്ടൽ ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ LS മൈനസ് ES. ഓക്കെ, ഓർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾക്കിപ്പം നമ്മുടെ കയ്യിലുള്ള മെഷേഴ്സ് ഏതൊക്കെയാണ്? TLും TEയും മാത്രമേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ട് ടോട്ടൽ ഫ്ലോട്ട് എങ്ങനെ കണ്ടുപിടിക്കും? TL മൈനസ് TE മൈനസ് ദ ഹോൾ മൈനസ് ഡ്യൂറേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ടോട്ടൽ ഫ്ലോട്ട് കിട്ടും. സോ ടോട്ടൽ ഫ്ലോട്ട് ഇസ് ഈക്വൽ ടു latest allowable time minus earliest expected time, the whole minus the duration of that activity. So next, free float, FF. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the time by which the completion of an activity can be delayed from its earliest finish time without affecting the earliest start time of the succeeding activity is called free float.
സോ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും നേരത്തെയുള്ള സമയം. അത് നമ്മൾക്ക് എത്രമാത്രം ഡിലേ ചെയ്യാം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് ദ സക്സീഡിങ് ആക്ടിവിറ്റി. സോ എത്രമാത്രം ഡിലേ ചെയ്യാം, അടുത്ത ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിൽ ഒരു ചേഞ്ചും വരുത്താതെ അതിന് മുന്നത്തെ ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമ്മൾക്ക് എത്രമാത്രം ഡിലേ ചെയ്യാം എന്നുള്ളതാണ് ഫ്രീ ഫ്ലോട്ട്. സോ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് ആണ്. ദാറ്റ് ഇസ് ടോട്ടൽ ഫ്ലോട്ട്, ദാറ്റ് ഈസ് ഏർലിയസ്റ്റ് ടൈം ഓഫ് ദ സെക്കൻഡ് ഇവൻറ്റ് മൈനസ് ഏർലിയസ്റ്റ് ടൈം ഓഫ് ദ ഫസ്റ്റ് ഇവൻറ്റ് മൈനസ് ടോട്ടൽ ഡ്യൂറേഷൻ. നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ടൈം ബൈ വിച്ച് ദ സ്റ്റാർട്ട് ഓഫ് ആൻ ആക്ടിവിറ്റി can be delayed without affecting the earliest start time of any immediately following activities, assuming that the preceding activity has finished at its latest finish time. ഫ്രീ ഫ്ലോട്ടിൽ നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എത്രമാത്രം ഡിലേ ചെയ്യാൻ പറ്റും ആണ് നോക്കിയത്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ആണെങ്കിൽ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എത്രമാത്രം ഡിലേ ചെയ്യാം വിത്തൗട്ട് എഫക്റ്റിംഗ് എനി അതർ ആക്ടിവിറ്റി. വേറെ ഒരു ആക്ടിവിറ്റിയുടെയും ടൈമിനെ എഫക്റ്റ് ചെയ്യാതെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എത്രമാത്രം നമ്മൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റുന്നു, അതാണ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. IF is equal to free float minus tail event slack. That is earliest time of the tail event minus latest time of the head event minus duration. ഇതെല്ലാം നമ്മൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുക. നെക്സ്റ്റ് ദ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ഇസ് കൺസിഡേർഡ് ടു ബി 0. നെഗറ്റീവ് വാല്യൂ വരികയാണെങ്കിൽ അത് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് ക്രിട്ടിക്കൽ പാത്ത്? ഇത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നോക്കാം. സോ ഇതുവരെ ഉള്ളത് ഇപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് അനാലിസിസ് ആണ് പറഞ്ഞത്. അതിൽ നമ്മൾ സ്ലാക്ക് എന്താണെന്ന് പറഞ്ഞു, ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ടൈം, ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം, ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം പറഞ്ഞു. ഓക്കെ, ഫോർവേഡ് പാസ് കാൽക്കുലേഷനും ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും പറഞ്ഞു. ഫ്ലോട്ട് ആൻഡ് സ്ലാക്ക് ടൈം, ടോട്ടൽ ഫ്ലോട്ട് എന്താണ്, ഫ്രീ ഫ്ലോട്ട് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്താണ്, ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ളത് ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിനേഷൻ ആണ്. After determining the earliest and latest scheduled times for various activities, the minimum time required to complete the project is calculated. So, ഇപ്പോൾ നമ്മൾ earliest time, that is TEയും TLയും കണ്ടുപിടിച്ചു. ഇനി ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ the longest path which determines total time duration of the project is called critical path. ഏറ്റവും അർജൻറ്റായിട്ട് വർക്ക് ചെയ്ത് തീർക്കേണ്ട ആക്ടിവിറ്റീസ് ഉള്ള പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഒന്നുമല്ല, TLയും TEയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ TL മൈനസ് TE 0 വരുന്ന ഏത് പാത്താണ് അതായിരിക്കും ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾക്കൊരു എക്സാമ്പിൾ ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട എക്സാമ്പിൾ തന്നെ നോക്കാം. എ പ്രൊജക്ട് ഷെഡ്യൂൾ ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആസ് ഷോൺ ഇൻ ടേബിൾ. സോ കുറച്ച് ആക്ടിവിറ്റീസ് തരും, ആക്ടിവിറ്റിയുടെ പേരും തരും. സോ ഈ 1, 2 എന്നൊക്കെ പറയുന്ന ഈവൻസ് ആയിരിക്കും കേട്ടോ. ദെൻ അതിൻ്റെ ഡ്യൂറേഷനും തരും. അങ്ങനെ 3 കാര്യങ്ങളാണ് തരുന്നത്, ആക്ടിവിറ്റി നെയിം ആൻഡ് ടൈം. സോ ഈവൻറ്റ് 1 to 9, ഇതിൽ 1 to 10 വരെ ഉണ്ട്, ആക്ടിവിറ്റീസ് ഇത്രയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കണം. അങ്ങനെ ഈ പ്രൊജക്ട് ഷെഡ്യൂൾ ടേബിൾ വെച്ചിട്ട് നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ആക്ടിവിറ്റി 1 to 2, ആക്ടിവിറ്റിയുടെ പേര് A എന്നാണ്, ഇവിടെ പേര് മാർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഡ്യൂറേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 4. ആക്ടിവിറ്റി 1 to 3 ഡ്യൂറേഷൻ 1 ആണ്, 2 to 4 1 ആണ്, 3 to 4 1 ആണ്, 3 to 5 6 ആണ്. ദെൻ 4 to 9 5, അതുപോലെ 5 to 6 ആക്ടിവിറ്റി 5 to 6 4 ആണ്, 5 to 7 8 ആണ്, 6 to 8 1, 7 to 8 2, then 8 to 10 5, 9 to 10 7. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കണം.
ഓക്കെ, ഇത്രയും വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് TEയും TLും കണ്ടുപിടിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ആസ് പെർ ദ റൂൾ ഫസ്റ്റ് ഇവൻറ്റിൻ്റെ TE എപ്പോഴും 0 ആയിരിക്കും അല്ലേ? സോ നെക്സ്റ്റ് ഇവൻറ്റിൻ്റെ TE എത്രയാ? 0 + 4 4. ഇതിൻ്റെയോ 0 + 1 1. സോ അതാണ് ഇനി കാൽക്കുലേഷൻ ചെയ്യുന്നത്. ടു ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ പാത്ത് കമ്പ്യൂട്ട് ദ ഏർലിയസ്റ്റ് ടൈം TE ആൻഡ് ലേറ്റസ്റ്റ് ടൈം TL ഫോർ ഈച്ച് ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ TE1 ഇവൻറ്റിൻ്റെ 1 അതാണ് TE1. ഇവൻറ്റ് 1ൻ്റെ TE 0 ആണ്. ഇവൻറ്റ് 2ൻ്റെ TEയോ TE1 + T12. T12 എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ഇവൻറ്റ് 1 to 2. അതാണ് T1, 2 എന്ന് ഇട്ടേക്കുന്നത്. TIJ എന്ന് നമ്മൾ പറയില്ലേ? I എന്ന് വെച്ചാൽ ഇനിഷ്യൽ നോഡും J ഫൈനൽ നോഡും ആണ്. അപ്പോൾ നമ്മൾ TE2 കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ നോഡ് 1ഉം ഫൈനൽ നോഡ് 2 ആണ്. സോ TE2 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? TE1 പ്രീവിയസ് ഈവൻറ്റിൻ്റെ നമ്പർ പ്ലസ് അതിൻ്റെ ഡ്യൂറേഷൻ. സോ TE1 + T12 = TE1 എത്രയാണ്? 0 + 4 4. ഇനി T3 അതുപോലെ തന്നെ TE1 + T13. T13യുടെ ഡ്യൂറേഷനാണ് വേണ്ടത്. therefore 0 + 1 1. ഇനി TE4 എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിൽ 2 ഇൻകമിങ് വരുന്നത് കൊണ്ടിട്ട് ഇത് രണ്ടിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാക്സിമം ഏതാണോ വരുന്നത് അതാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. സോ മാക്സിമം ഓഫ് TE2 + T24 ആൻഡ് TE3 + T34 ആണ്. സോ ഇവിടെ എത്രയാണ് വരുന്നത്? TE2 എത്രയാ? 4 ആണ് അല്ലേ? TE2 4 ആണ്. 4 + 1 5 ആവാം. T3 എത്രയാ? T3 1 ആണ്. ദാറ്റ് മീൻസ് 1 പ്ലസ് ഇതിൻ്റെ ഡ്യൂറേഷൻ 1. ഒന്നില്ലെങ്കിൽ 4 + 1 അല്ലെങ്കിൽ 1 + 1. ഇതിൻ്റെ മാക്സിമം എത്രയാണ്? 5. therefore TE4 5 ആയി. ഇനി TE4 5 ആയി. നെക്സ്റ്റ് TE5 കണ്ടുപിടിക്കാം. TE5 കണ്ടുപിടിക്കാൻ ഇവിടെ ആകെ ഒരു ഇൻകമിങ്ങേ ഉള്ളൂ. ദാറ്റ് മീൻസ് TE3 പ്ലസ് ഇതിൻ്റെ ഡ്യൂറേഷൻ. TE3 എത്രയാ? 0 + 1 2 ആയതുകൊണ്ട് 2 + 6 T3 1. T3 1 ആയതുകൊണ്ട് 1 + 6 7. ഓക്കെ, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം നോക്കുക. TE7 TE5 പ്ലസ് ഒരു ഇൻകമിങ് ഇവൻ്റ് ഉള്ളെങ്കിൽ പ്രശ്നമില്ല. 2 എണ്ണം വരുമ്പോൾ മാക്സിമം 2 സൈഡിൽ നിന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും മാക്സിമം വരുന്നത് എടുക്കുക. ഓക്കെ, സോ T10ൽ നമ്മൾക്കറിയാം 2 ഇൻകമിങ് ഇവൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഏതൊക്കെയാണ്? 4 ഇവൻറ്റ് 4ൽ 2 എണ്ണം വരുന്നുണ്ട്, 8ൽ വരുന്നുണ്ട് ആൻഡ് 10ൽ വരുന്നുണ്ട്. 4 8 10 അതിൽ മാക്സിമം എടുക്കുക. TE കണ്ടുപിടിച്ചു. ഇനി TL അതുപോലെ തന്നെ. TL എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇത് 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. TE 1 to 10 ആണെങ്കിൽ TL 10 to 1 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് TL 10 എന്ന് പറയുന്നത് എത്രയാ? TE 10 ആയിരിക്കും. 22. ഇനി 22ൽ നിന്ന് ഓരോന്നെ കുറച്ച് കൊണ്ടുവരിക. ഡ്യൂറേഷൻ കുറച്ച് കൊണ്ടുവരിക. 2 ഇൻകമിങ് നോഡ് വരുമ്പം മിനിമം ആയിട്ടുള്ള കൺസിഡർ ചെയ്യുക. മിനിമം ഓഫ് TE6 - TE5 മറ്റേ നമ്മൾ മാക്സിമം ചെയ്തു. ഇവിടെ പ്ലസ് ആണ് ചെയ്യുന്നത്, ഇവിടെ മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ നമ്മൾ മിനിമം കൺസിഡർ ചെയ്തു. എന്നിട്ട് എല്ലാത്തിൻ്റെയും ഇതുപോലെ ഒരു ടാബുലർ കോളം ആക്കാം. സോ 1 to 2 ആക്ടിവിറ്റി, നോർമൽ ഡ്യൂറേഷൻ ആൻഡ് ഏർലിയസ്റ്റ് ടൈം. ഓരോ ആക്ടിവിറ്റിയുടെയും ഏർലിയസ്റ്റ് സ്റ്റാർട്ടും ഫിനിഷും ലേറ്റസ്റ്റ് സ്റ്റാർട്ടും ഫിനിഷും നമ്മൾക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾക്ക് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൗ ടു കാൽക്കുലേറ്റ് ദിസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. സോ ഓരോ ആക്ടിവിറ്റീസും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഡ്യൂറേഷനും ഉണ്ട്. ഇനി ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് ഓരോ ആക്ടിവിറ്റി ഇപ്പോൾ 1 to 2 എടുക്കുകയാണ്. സോ ദിസ് ഇസ് 1 to 2. 1 to 2ൻ്റെ ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് TE ആദ്യത്തെ ഈവൻറ്റിൻ്റെ TE എത്രയാണ് അതായിരിക്കും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ദാറ്റ് ഈസ് 0. അതുപോലെ തന്നെ ഇപ്പം 1 to 3 എടുക്കുക. 1 to 3യുടെയും ഫസ്റ്റ് ഇവൻ്റ് ഏതാ? 1 ആണ്. 1ൻ്റെ TE എത്രയാ? 0. അതായിരിക്കും 1 to 3യുടെയും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഇനി 2 to 4 എടുക്കുക. 2 to 4 ആക്ടിവിറ്റി ഏതാ? 2 to 4 അല്ലേ? സോ 2 എന്നുള്ള ഇവൻറ്റിൻ്റെ TE എത്രയാ? 4 ആണ്. സോ അതിൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം 4 ആയിരിക്കും. അതുപോലെ തന്നെ 3 to 4 എടുത്തേ. 3 to 4 ഇതാണ്.
സോ ഇവിടെ 3യുടെ ടി എത്രയാണ്? 1. 3 to 4ൻ്റെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം 1 ആണ്. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റും. ഓരോ ആക്ടിവിറ്റിയുടെയും ഫസ്റ്റ് ഇവൻറ്റിൻ്റെ ഹെഡ് ഇവൻറ്റിൻ്റെ TE ആയിരിക്കും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. ഒരു ചെക്ക് ചെയ്യാൻ നമ്മൾക്ക് 6 to 8 എടുക്കാം. 6 to 8 ആക്ടിവിറ്റി അതേതാ? ഇതാണ് അല്ലേ? സോ ഇതിൻ്റെ ഏതായിട്ട് വരും? 11 ആയിട്ട് വരും. നോക്കൂ, 6 to 8 11. ഇനി ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ഇപ്പോൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ എഴുതി. ഇനി ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എങ്ങനെ എഴുതും? ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം പ്ലസ് ഡ്യൂറേഷൻ ആണ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. 0 + 4 4, 0 + 1 1, 4 + 1 5, 1 + 1 2, 1 + 6 അങ്ങനെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം പ്ലസ് ഡ്യൂറേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾക്ക് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കംപ്ലീറ്റ് ചെയ്താലോ. എപ്പോഴും ഓരോ ആക്ടിവിറ്റിയുടെയും ഏർലിയസ്റ്റ് എന്ന് പറയുമ്പം ഹെഡ് ഇവൻറ്റിൻ്റെ ടി എടുക്കണം. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് രണ്ടും ഫില്ല് ചെയ്തു. ഇനി നമ്മൾക്ക് ലേറ്റസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ലേറ്റസ്റ്റ് ടൈമിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമാണ് കണ്ടുപിടിക്കുന്നത്. നോക്കൂ, 1 to 2 എന്നുള്ള ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം 1 to 2 എന്നുള്ള ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എത്രയാണ്? നമ്മൾ ഏർലിയസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹെഡ് ഇവൻറ്റിൻ്റെ നോക്കും. ലേറ്റസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ടെയിൽ ഇവൻറ്റിൻ്റെ TL എത്രയായിരിക്കും? അപ്പം 1 to 2ൻ്റെ ടെയിൽ ഇവൻറ്റിൻ്റെ TL ആണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം 9. 1 to 3 ആണെങ്കിൽ തേർഡ് ഇവൻറ്റിൻ്റെ TL 1 to 3 ആണെങ്കിൽ തേർഡ് എന്നുള്ള ഇവൻറ്റിൻ്റെ TL എത്രയാണ്? 1 ആയിരിക്കും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഓഫ് 1 to 3 ആക്ടിവിറ്റി. ഇനി ഒരു ചെക്ക് നോക്കാം. 5 to 7 എന്നുള്ള ആക്ടിവിറ്റിയുടെ ഏതായിരിക്കും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം? 7 എന്നുള്ള ഇവൻറ്റിൻ്റെ TL 7 എന്നുള്ള ഇവൻറ്റ് ഇതാണ്. അത് 15 ആണ്. സോ 15 ആയിട്ട് വരും 5 to 7ൻ്റെ. നോക്കൂ, 15. അതുപോലെ നമുക്ക് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. ഇനി ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം മൈനസ് ഡ്യൂറേഷൻ. 9 - 4 ഡ്യൂറേഷൻ ഇതാണ് ഈ നോർമൽ ടൈം. സോ 9 - 4 gives 5, 1 - 1 gives 0, 10 - 1 gives 9. ഇതുപോലെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എല്ലാ ആക്ടിവിറ്റിയുടെയും എഴുതാൻ പറ്റും. അണ്ടർസ്റ്റുഡ്? ഇപ്പം നമ്മൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഇതായിരിക്കും. ഇതുപോലെ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഫ്ലോട്ട് കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. സോ നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുക. ഓരോ ആക്ടിവിറ്റിയുടെയും TEയും TLും കണ്ടുപിടിക്കുക. T എന്ന് പറയുമ്പോൾ പ്ലസ് ചെയ്ത് ഡ്യൂറേഷൻ പ്ലസ് ചെയ്ത് പോവുക ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. TL എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് മൈനസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഇവിടെയും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഫസ്റ്റ് ഹെഡ് ആക്ടിവിറ്റിയുടെ TE എഴുതുക പ്ലസ് ഡ്യൂറേഷൻ കൊടുക്കുമ്പോൾ ഫിനിഷ് ടൈം കിട്ടും. അതുപോലെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ടെയിൽ ഇവൻറ്റിൻ്റെ TL എഴുതുക. അതുപോലെ മൈനസ് ഡ്യൂറേഷൻ കൊടുക്കുമ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം കിട്ടും. ഇനി ടോട്ടൽ ഫ്ലോട്ട്. വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ടോട്ടൽ ഫ്ലോട്ട്? ടോട്ടൽ ഫ്ലോട്ടിൻ്റെ ഇക്വേഷൻ LS - ES, ദാറ്റ് ഈസ് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. സോ എല്ലാത്തിൻ്റെയും ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഫിനിഷ് അല്ല കേട്ടോ. ടോട്ടൽ ഫ്ലോട്ട് ഈസ് ഈക്വൽ ടു ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. സോ നമ്മൾ ടേബിൾ നോക്കുമ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം 5 - 0 5 ഒരു ആക്ടിവിറ്റിയുടെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റിയുടെ 0 - 0 0 തന്നെ. ദെൻ 9 - 4 5, 9 - 1 8, 1 - 1 0. അങ്ങനെ ഓരോ ആക്ടിവിറ്റിയുടെയും ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം വിൽ ഗിവ് ദ ടോട്ടൽ ഫ്ലോട്ട്. ഇനി ഇതിൽ 0 വരുന്ന കണ്ടില്ലേ? 0 വരുന്ന ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്ത് കിട്ടുന്ന പാത്താണ് നമ്മളുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. സോ വി ഒബ്സർവ് ദാറ്റ് ദ ആക്ടിവിറ്റീസ് 1 to 3, then 3 to 5, then 5 to 7, 7 to 8 and 8 to 10 are critical activities because their float is 0. ഫ്ലോട്ടിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. യാതൊരു കാരണവശാലും ഡിലേ ചെയ്യിക്കാം, എത്ര ഡിലേ ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഫ്ലോട്ട്. അപ്പോൾ 0 മീൻസ് എന്താണ്? ഇത്തിരി പോലും ഡിലേ ചെയ്യിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ആക്ടിവിറ്റീസ് ആർ വെരി ക്രിട്ടിക്കൽ. സോ
ഈ 1 to Act 2 എന്നുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ 5 ദിവസം നമുക്ക് ഡിലേ ചെയ്യിക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഈ 0 വരുന്നതെന്ന് വെച്ചാൽ എന്തിൻ്റെ അതിന് മീനിങ് എന്താ, ഫിസിക്കൽ മീനിങ് എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് ഡിലേ ആക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് ഈ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് ടോട്ടലി നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ക്രിട്ടിക്കൽ പാത്ത് ഓഫ് ദ പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിച്ചിട്ട് ക്രിട്ടിക്കൽ പാത്ത് മാർക്ക് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നെറ്റ്വർക്ക് വരക്കുക, അതിൻ്റെ ടിയും ടിഎല്ലും കണ്ടുപിടിക്കുക, ടേബിൾ ചെയ്യുക, ദെൻ ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലുള്ളത്. ഇതിപ്പോൾ നിങ്ങൾക്ക് 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്.